വെൽക്കം ടു KMS തിരൂർ ബ്രാഞ്ച്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മീറ്റ് ഗ്രൈൻഡർ ആണ് കേട്ടോ. മീറ്റ് ഗ്രൈൻഡറിന് വളരെ ചെറിയ മെഷീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് വളരെ വലിയ മെഷീനാണ്. ഇതിൻ്റെയും വലിയ മെഷീൻ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് നമുക്ക് മീറ്റ് ഗ്രൈൻഡ് ചെയ്യാൻ മാത്രമല്ല, പിന്നെ കടല, വെജിറ്റബിൾസ്, ചട്നി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുക. അതുമാതിരി തന്നെ പിന്നെ പെറ്റ്സിൻ്റെ ഫുഡ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വേസ്റ്റ്, ചിക്കൻ വേസ്റ്റ്, അതുമാതിരി തന്നെ ഫിഷിൻ്റെ വേസ്റ്റ്, പിന്നെ അതുമാതിരി മീറ്റ് എല്ലുകളൊക്കെ ഉണ്ടാവും, ബോണൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ നമുക്കിതിൽ വളരെ ഈസി ആയിട്ട് അരച്ച് നമുക്ക് പെറ്റ്സിനുള്ള ഫുഡ്സ് ആക്കി കൊടുക്കാൻ പറ്റും. ഇത് കൂടുതൽ ഈ മീൻ വളർത്തുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഈ മെഷീൻ കൊണ്ടുപോകും കേട്ടോ. ഇതിൻ്റെ തന്നെ വലിയ വേരിയൻ്റ് ഉണ്ട്. 10 HP വർക്ക് ചെയ്യുന്ന 128 എന്ന് പറയും. ഒരു മണിക്കൂറിന് ഒരു 700 കിലോ 800 കിലോ മീറ്റൊക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന 64 ഒരു മീഡിയം ലെവലാണ്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 200-250 കിലോ ഒരു മണിക്കൂറിന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ചെറുത് തന്നെ ഉണ്ട്, 30 ഉണ്ട്, 30 ഉണ്ട്. പിന്നെ അതിൻ്റെ ചെറുത് വരുന്നുണ്ട്, 20 കിലോൻ്റെ ഉണ്ട്. പിന്നെ ചെറിയ ഹോട്ടലിൽ ഈ കഫ്തേരിയയിലൊക്കെ ഈ ഫലാഫിൽ എന്ന് പറഞ്ഞിട്ടിപ്പോൾ വളരെ ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡാണ്. ഒരു സാൻഡ്വിച്ച്, ഫലാഫിൽ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ട് ഗൾഫിലത്തെ ഫുഡാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ വളരെ പ്രബലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡാണ്. അപ്പോൾ അതിന് ഈ മെഷീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ചെറിയ മെഷീനൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. പിന്നെ ഇത് ഇപ്പോൾ ഞാൻ ഉള്ളത് 2 HP മോട്ടറാണ്. ഇതിൽ തന്നെ നമുക്ക് 10 HP ഉണ്ട്, 3 HP വരുന്നുണ്ട്, 1 HP വരുന്നുണ്ട്, 1/2 HP വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് മെഷീനറി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളെ ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ വിവരമായിട്ട് പറഞ്ഞു തരുന്നതാണ്.